ഹരി ഓം. നാരായണാവതാരങ്ങളുടെ കഥാസമാഹാരത്തിൽ സാക്ഷാത് ഭഗവാൻ എടുത്ത ഒരു അവതാരമാണ് അജിതാവതാരം എന്ന് പറയുന്നത്. അധികമാരും ചർച്ച ചെയ്യാതെ പോകുന്നൊരു, അല്ലെങ്കിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ കുറച്ച് സമയത്തേക്ക് മാത്രമായിട്ട് കുടികൊണ്ട ഒരു അവതാര ഭാവമാണ് അജിതാവതാരം. നമ്മൾക്കറിയാം, ഭഗവാന് 10 അവതാരം മാത്രമല്ല, അതിനിടയിലും പല പല അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അത്തരം ഒരു അവതാരം എന്ന് വേണമെങ്കിൽ അജിതാവതാരത്തെ പറയാം. പക്ഷേ പാലാഴി മതത്തിലുള്ള കൂർമാവതാരത്തിനെ പോലെയോ മോഹിനി അവതാരത്തെ പോലെയോ മറ്റ് ധന്വന്തരി അവതാരത്തെ പോലെയോ ഉള്ള പ്രാമുഖ്യം അജിതാവതാരത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനേകം പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഭഗവാന്റെ അജിതാവതാരം എന്ന് പറയുന്നത്. നമ്മുടെ പാലാഴി മഥന സമയത്താണ് അജിതാവതാരം സംഭവിക്കുന്നത്. അജിതാവതാരത്തില് ഇത് പാലാഴിയിലെ കൂർമാവതാരമായി ഭഗവാൻ ആ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തുകയും തുടർന്ന് ഉണ്ടായ പാലാഴി മഥനത്തില് ത്തിന്റെ സമയത്ത് കാലകാല വിഷം എന്ന് പറഞ്ഞിരിക്കുന്ന മഹാവിഷം പുറത്തേക്ക് വരികയും ആ വിഷത്തെ മഹാദേവൻ പ്രകൃതി സംരക്ഷണത്തിനായിക്കൊണ്ട് സേവിക്കുകയും ആ സേവിക്കുന്ന സമയത്ത് പിന്നീട് അത് പ്രകൃതിയുടെ സംരക്ഷണത്തിനായിക്കൊണ്ട് സ്വന്തം കണ്ടത്തിൽ നിർത്തിക്കുകയും ചെയ്ത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും തത്വാർത്ഥങ്ങളോടുകൂടി നമ്മൾ വിവരിച്ച് കേൾക്കുന്നുണ്ട്. നമുക്ക് അറിയാം അതിനെ കുറിച്ചിട്ട്. പക്ഷെ അത്രമാത്രം പ്രസക്തി അജിതാവതാരത്തിന് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗമാണ്. കർമ്മകാണ്ഡത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ആ അവതാരം കൊണ്ട് ഭഗവാൻ ആദ്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായി എന്ന് പറഞ്ഞു കൂടെ, പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പുരാണങ്ങളെല്ലാം തന്നെ സമാധി ഭാഷയായതുകൊണ്ട് പരോക്ഷമായ രീതിയിൽ, ഒളിപ്പിച്ചു വെച്ച രീതിയിലായിരിക്കും കഥകളിൽ എപ്പോഴും പാഠങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാവുക. അതിനെ കടഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബുദ്ധിയെ ഉണർത്താനുള്ള മാർഗവും ആ ധർമ്മപാതയിലൂടെ സഞ്ചരിച്ച് മുക്തിയെ പ്രാപിക്കാനുള്ള മാർഗവും. ഇവിടെ ഭഗവാൻ ഈ പാലാഴി മഥന സമയത്ത് കടയുന്ന സമയത്ത് കടപോലായിട്ടുള്ള മന്ദരപർവ്വതത്തെ വെച്ച് വാസുകിയെ കയറാക്കി കൊണ്ട് കടഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ആ സന്ദർഭങ്ങളിൽ വാസുകിയുടെ വിഷത്തിന്റെ ചൂടേറ്റ് ദേവന്മാരും അസുരന്മാരും ഒരുപോലെ തളർന്ന് അവശരായി നിൽക്കുമ്പോൾ ഭഗവാൻ അവിടെ അജിതാവതാരമൂർത്തിയായി അവതരിക്കുകയും, അവിടെയാണ് ഭഗവാന്റെ അജിതാവതാരം അവതരിക്കുകയും ഒരു കൈ കൊണ്ട് ദേവന്മാരെയും മറുകൈ കൊണ്ട് അസുരന്മാരെയും ഭാഗത്ത് പിടിച്ച് ഒരുപോലെ മദനം ചെയ്തു എന്നുള്ളതാണ്
നമുക്ക് ഗ്രന്ഥങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ ദേവന്മാരും അസുരന്മാരും അമൃതിന് വേണ്ടിയിട്ടാണ് കടയുന്നത്. അങ്ങനെയുള്ള കടയുന്ന സമയത്തും അവിടെ ഒരു തരത്തിലുള്ള സ്വാർത്ഥ ലാഭങ്ങളോടും കൂടിയല്ല ഭഗവാന്റെ ഈ അവതാരം വരുന്നത്. ഭഗവാന് ദേവന്മാരെയും അസുരന്മാരെയും ഒരുപോലെ സഹായിക്കാനാണ് അവിടെ എത്തിയിരിക്കുന്നത്. അല്ലാതെ ദേവന്മാർക്ക് മാത്രമായിട്ടുള്ള ഭഗവാൻ അവിടെ സന്നിഹിതനായിട്ടുള്ളത്. അതുപോലെ തന്നെ യാതൊരു പ്രതിഫലവും കൂടാതെ കർമ്മം ചെയ്യുക എന്നുള്ള ആ ഒരു തത്വം ആ അവതാരം ഒരു കുറച്ച് സമയത്ത് അവതാരം കൊണ്ട് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം ഇത്രയും ദേവന്മാർക്കാവട്ടെ മഹാദേവനാവട്ടെ വിഷ്ണുവിനാവട്ടെ എല്ലാവർക്കും അതിൻ്റെതായ ഗുണങ്ങൾ കൈവന്നിട്ടുണ്ടായിരുന്നു. ഋഷികൾക്ക് അടക്കം അതിൻ്റെ ഗുണങ്ങൾ കൈവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ആ ഒരു പാലാഴി മഥനത്തിൽ ഒരു തരത്തിലുള്ള ലാഭേച്ഛയോ ഒരു തരത്തിലുള്ള ഗുണമോ ഇല്ലാതെ നിഷ്കാമമായി കൊണ്ട് തന്നെ അവിടെ ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ തൻ്റെ കരം കൊടുത്ത ഭഗവാൻ കർമ്മശാസ്ത്രത്തിൻ്റെ ഉഗ്രമായ ഒരു പാഠമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക, കർമ്മങ്ങൾ ബലേച്ഛ കൂടാതെ ചെയ്യുക എന്നുള്ളതും പക്ഷഭേദം കൂടാതെ ചെയ്യുക എന്നുള്ളതും ആ ഒരു അവതാരം കൊണ്ട് ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അത്തരമുള്ള ഒരിത് ദേവന്മാർക്ക് അമൃത് കിട്ടി, എല്ലാ ദേവന്മാർക്കും അത് കൊടുക്കുന്ന മറ്റേ അമൃതൻ്റെ അംശം കൊടുക്കുന്നുണ്ട്. ദേവന്മാർക്കെല്ലാം അമൃത് വിളമ്പി കൊടുക്കുന്നുണ്ട്. പക്ഷേ കടയാൻ സഹായിച്ച ആ അജിതാവതാരമൂർത്തിക്ക് ഒരു തരത്തിലുള്ള പ്രതിഫലവും കിട്ടുന്നില്ല. അവിടെ ഒരു യജ്ഞഭാഗം പോലും ഭഗവാൻ അവിടെ കിട്ടുന്നില്ല. ധന്വന്തരിക്ക് യജ്ഞഭാഗം ഇല്ലെങ്കിലും ഇത് അവതാരമായി നിൽക്കാനും അങ്ങനെയുള്ള കുറേ അനുവാദങ്ങളും വീണ്ടും വൈദ്യനായി പിറക്കാനുള്ള ഒരു ഇതും പിന്നീട് അതിൽ നിന്ന് യജ്ഞത്തിനുള്ള അധികാരം ലഭിക്കുമെന്നൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഇവിടെ അജിതാവതാരമൂർത്തിയായിട്ട് ആവിർഭവിച്ച ഭഗവാനെ ഒന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, രണ്ട് പക്ഷത്തിനും ഒരു തരത്തിലുള്ള വകതിരിവുമില്ല, ഒരു വകഭേദവുമില്ലാതെ, വകഭേദം ഭേദബുദ്ധിയില്ലാതെ ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ തൻ്റെ കരങ്ങളെ കൊടുത്തിട്ടും നിഷ്കാമമായ കർമ്മം ചെയ്ത് കാണിച്ചിട്ട് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ എന്താണോ മാ ഭരേഷു കഥാഞ്ജന എന്ന് പറഞ്ഞിട്ട് അർജുനനോട് പറഞ്ഞു കൊടുത്തത്, ഏത് തരത്തിലാണോ ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത്, അത് ആ അവതാര സമയത്ത് ഭഗവാൻ നമുക്ക് കാട്ടിത്തന്നൊരു പാഠമാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പാഠഭേദം തന്നെയാണ്. തൻ്റെ ജീവിതം കൊണ്ട് കാട്ടിത്തന്നത് ഭഗവാൻ. കർമ്മശുദ്ധി, എങ്ങനെ കർമ്മം ചെയ്യണം, ഇതൊക്കെ ഭഗവാൻ കാട്ടിത്തരുന്നുണ്ട് അവിടെ. അതായത് യഥാർത്ഥ കർമ്മയോഗി എന്താണെന്ന് അജിതാവതാരത്തിൽ ഭഗവാൻ കാട്ടിത്തരുന്നുണ്ട്.
അങ്ങനെയുള്ള അജിത അവതാരമൂർത്തിയെ മനസാ സ്മരിച്ചുകൊണ്ട് കർമ്മ മണ്ഡലത്തിൽ നമുക്കും ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാനും പരമമായ മുക്തിപഥത്തെ പ്രാപിക്കാനും അനുഗ്രഹം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ നാരായണ. സച്ചിദമൂർത്തയേ നമഃ.